ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലൂടെ ഷോർട്ട് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം വാല്യൂ ഓഫ് മണി എന്നുള്ളൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ക്ലിയർ? സോ കോൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി നമ്മളൊരു പക്ഷേ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാവുന്നൊരു കാര്യമാണ് ടൈം വാല്യൂ. ഫണ്ടമെൻ്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ടൈം വാല്യൂയെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ടൈം വാല്യൂ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്താണ് ടൈം വാല്യൂ അല്ലേ? എന്തുകൊണ്ടാണ് ടൈം വാല്യൂ വരുന്നത്? മണിയുടെ വാല്യൂ ടൈം കഴിയുന്തോറും, ടൈം പീരീഡ് കഴിയും തോറും എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്ത് വരുന്നു, കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് വരുന്നു. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള റീസൺ എന്താ? അതിന് പല റീസൺസും ഉണ്ട്. ക്ലിയർ? അപ്പോൾ മണിയുടെ വാല്യൂയിൽ വരുന്ന കുറവ് അല്ലേ, അല്ലെങ്കിൽ മണിയുടെ വാല്യൂയിൽ വരുന്ന ചേഞ്ച്, ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ അബ്സല്യൂട്ട് വാല്യൂവിൽ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഇപ്പോൾ നമ്മളൊരു വില വെച്ചിട്ട് നമ്മൾ എടുക്കുന്നു, ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടിനെ അതേ രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലിയർ, പക്ഷേ അൾട്ടിമേറ്റ്ലി എന്തായിട്ട് മാറും? നമ്മുടെ കാൽക്കുലേഷൻസിലൊക്കെ പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ഒരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലേ, ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തില്ല എങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. എന്തുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്? നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ ഇൻകർ ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഉള്ളതായിരിക്കും. ക്ലിയർ? ദ കോസ്റ്റ് നീഡ്സ് ടു ബി ഇൻകേർഡ് അറ്റ് കറൻറ്റ് പീരീഡ്. ക്ലിയർ? ബട്ട് ദ ബെനിഫിറ്റ്സ് വിൽ ബി റിസീവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ഫ്യൂച്ചർ ഇയേഴ്സ്. അപ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കുറേ വർഷങ്ങളായിരിക്കാം. ഈ ഫ്യൂച്ചർ ഇയേഴ്സ് എപ്പോഴും അൺസർട്ടൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? ഫ്രം ദ കറണ്ട് പീരീഡ്, കറണ്ട് ഡേറ്റ് വി ആർ എസ്റ്റിമേറ്റിംഗ് ഫ്യൂച്ചർ റെസീപ്റ്റ്സ്, ഫ്യൂച്ചർ റവന്യൂ, ഫ്യൂച്ചർ പ്രോഫിറ്റ്. ക്ലിയർ? ഇങ്ങനെ എമൗണ്ടൊക്കെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ എമൗണ്ട് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ 10 ലക്ഷം രൂപ നമ്മൾ കറണ്ട്ലി നിക്ഷേപിക്കുന്നു. ക്ലിയർ? അടുത്തൊരു 10 വർഷമായിട്ട് നമുക്ക് 2 ലക്ഷം രൂപ വീതം റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ 10 വർഷത്തേക്ക് കിട്ടും എന്നാണ് നമ്മുടെ അസംഷൻ. ക്ലിയർ? ഈ കിട്ടുന്ന ഓരോ വർഷം കിട്ടുന്ന 2 ലക്ഷം രൂപ എപ്പോഴാണ് കിട്ടുക? ആദ്യത്തെ വർഷം കഴിയുമ്പോഴാണ് അടുത്ത ആ വർഷത്തെ 2 ലക്ഷം കിട്ടുക. രണ്ടാമത്തെ വർഷം കഴിയുമ്പോഴായിരിക്കും രണ്ടാമത്തെ വർഷത്തെ 2 ലക്ഷം കിട്ടുക അല്ലേ? ഇങ്ങനെ 10 വർഷം കഴിയുമ്പോഴാണ് ലാസ്റ്റിലെ 2 ലാക്സും കൂടെ കിട്ടിയിട്ട് വരുന്നത്. ക്ലിയർ? ആകെ 20 ലാക്സ് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്ത് വിചാരിക്കും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കോസ്റ്റ് എത്രയാണ്? 10 ലാക്ക്. നമുക്ക് കിട്ടുന്ന റവന്യൂ എത്രയാണ്? 20 ലാക്ക്. അപ്പോൾ വളരെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നും. പക്ഷെ അങ്ങനെ ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ഈ കിട്ടുന്ന ബെനിഫിറ്റ്സ് 10 വർഷമായിട്ടാണ് കിട്ടുക. ഓരോരോ വർഷവും ചെറിയ എമൗണ്ട് ആയിട്ടാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഓരോരോ വർഷത്തിലും ഇപ്പോൾ മുടക്കുന്ന 10 ലക്ഷം രൂപയുടെ വാല്യൂ അല്ല അല്ലേ, ഓരോ വർഷം കഴിയുന്നതോറും 10 ലക്ഷം രൂപയുടെ വാല്യൂ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ കിട്ടുന്ന ഫ്യൂച്ചറിൽ കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റെ കറണ്ട് എമൗണ്ടിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഒന്നാമത്തെ വർഷത്തേക്ക് നമുക്ക് കിട്ടുന്ന 2 ലക്ഷം രൂപയെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ആ 2 ലക്ഷം രൂപ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടിയാൽ ഇപ്പോൾ എത്ര ഉള്ള എമൗണ്ടിന് തുല്യമാണെന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ 2 lakh rupees received at the end of the first year or year 1. Clear? And what will be its present worth, present value? Clear? അതിലേക്ക് നമ്മൾ മാറ്റുന്നു. ഇങ്ങനെ മാറ്റുമ്പോൾ എന്താവും? നമുക്ക് കറണ്ട് എമൗണ്ട് ആയിട്ട് കിട്ടി. ഇങ്ങനെ സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന 2 ലക്ഷത്തി എന്ത് ചെയ്യുന്നു? 2 വർഷത്തിൻ്റെ അവസാനം നമുക്ക് കിട്ടുന്ന ഈ 2 ലക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു. ക്ലിയർ? അപ്പോൾ ഇതിന് ചില മെത്തേഡ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷത്തെയും കിട്ടാവുന്ന ഫ്യൂച്ചർ റെസീപ്റ്റ്സിനെ എൻ്റെ കറണ്ട് ഫണ്ടിലേക്ക് വരുന്നു. ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടും കറണ്ട് എമൗണ്ടാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എമൗണ്ടും ഫ്യൂച്ചറിൽ കിട്ടുന്ന പ്രതീക്ഷിക്കുന്ന എമൗണ്ടിനെയും കറണ്ട് എമൗണ്ട് ആക്കി മാറ്റി അല്ലേ? ഇനി രണ്ടും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിക്ഷേപിക്കുന്ന എമൗണ്ട് കറണ്ട് ഫണ്ടും അല്ലേ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഫ്യൂച്ചർ എമൗണ്ട് ആയിട്ട് മാറും. ക്ലിയർ? ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കമ്പാരിസണും കാൽക്കുലേഷനും അനാലിസിസും അത് വെച്ച് എടുത്തിരിക്കുന്ന ഡിസിഷനൊക്കെ തെറ്റായിട്ട് മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ രണ്ടിനെയും ഒന്നുകിൽ കറണ്ട് ഫണ്ട്സിനെയും ഫ്യൂച്ചർ ഫണ്ടാക്കി മാറ്റണം. അത് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. എന്താ കാരണം? കറൻ്റ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒറ്റ തവണയാണ്, ഫ്യൂച്ചറിൽ കിട്ടുന്ന പല തവണകളായിട്ടാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഫ്യൂച്ചറിൽ കിട്ടുന്ന പൈസകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഫണ്ടാക്കി കൺവേർട്ട് ചെയ്യാം. ക്ലിയർ? 0 പീരീഡ് എന്നാണ് പറയുക. ക്ലിയർ? സോ ദ പീരീഡ്, ബിഗിനിങ് പീരീഡ് നമ്മൾ ഇപ്പം ഉള്ള കറണ്ട് പീരീഡിനെ 0 പീരീഡ് എന്നാണ് പറയുക. അപ്പോൾ 0 പീരീഡിലേക്ക് മാറ്റും. ക്ലിയർ? അപ്പോൾ P0 എന്നാണ് ഇനി പറയുക അല്ലേ? പീരീഡും 0. P1 എന്താ? പീരീഡ് 1 അല്ലെങ്കിൽ ഇയർ Y0 എന്ന് പറയും. ക്ലിയർ? Y1, Y2, Y3 ഇങ്ങനെ നമുക്ക് ഓരോ വർഷത്തെയും കാണാൻ പറ്റും. ഈ രീതിയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം അല്ലേ, കമ്പാരിസൺ എളുപ്പമാവും, നമ്മുടെ ഡിസിഷൻ നന്നായിരിക്കും, ഇങ്ങനെയൊക്കെ ആവും. ഇതിനെ പറയുന്ന പേരാണ്
time value of money concept അല്ലെങ്കിൽ concept of time value of money. So the concept of time value of money is based on the fact that money has a time value. Clear? So this means that the value of money depends upon time. Clear? So that is, the value of money changes over a period of time, and it further means that the value of money today is different from the value of money received after the same time in the future. Clear? അപ്പോൾ ഇന്നത്തെ കിട്ടിയിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള പൈസയും ഫ്യൂച്ചറിൽ കിട്ടുന്ന പൈസയും തമ്മിൽ രണ്ടിൻ്റെയും വാല്യൂ ഒരേ എമൗണ്ട് ആയിരിക്കാം, പക്ഷെ രണ്ടിൻ്റെയും വാല്യൂ എന്തായിരിക്കും? വ്യത്യാസമായിരിക്കും. ക്ലിയർ? ഓക്കെ. സോ ടു ബി മോർ ക്ലിയർലി, money receivable for the future is less valuable than money receivable or received today. ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന പൈസയേക്കാളും കുറച്ച് വാല്യൂ ഉള്ളതാണ് എന്ത്? ഫ്യൂച്ചറിൽ കിട്ടുന്ന അതേ പൈസ. അല്ലേ? ഇന്ന് നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വർഷം കഴിഞ്ഞിട്ട് 100 രൂപ കിട്ടുകയെന്ന് വിചാരിക്കുക. അല്ലേ? ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 100 രൂപ ഇന്ന് കിട്ടിയിരിക്കുന്ന 100 രൂപയേക്കാളും കുറഞ്ഞ വാല്യൂ ഉള്ളതാണ്. എന്താ കാരണം? ഒരു വർഷം കഴിയുമ്പോൾ സാധനത്തിൻ്റെ വിലയൊക്കെ കൂടും. അല്ലേ? പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒക്കെ വരും. ക്ലിയർ? അന്ന് നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 100 രൂപ മതിയാവില്ല. ഇന്ന് 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അല്ല ഒരു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ 110 രൂപയോ 5 രൂപയോ 115 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. ക്ലിയർ? ഇങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് വാല്യൂവിൽ എന്ത് വരുന്നു? വ്യത്യാസം വരുന്നു. ക്ലിയർ? അപ്പോൾ 100 rupees ടുഡേ ഈസ് മച്ച് വർത്തിയർ ദാൻ 100 rupees റിസീവബിൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഫസ്റ്റ് ഇയർ. അതല്ലെങ്കിൽ എന്ത് പറയാം? 100 rupees ടുഡേ അല്ലേ, അതിനേക്കാളും വർത്ത് കുറവാണ് എന്ത്? 100 rupees റിസീവ്ഡ് ആഫ്റ്റർ 1 year or 2 year or 3 year. ക്ലിയർ? ഇങ്ങനെ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് മണിയുടെ വാല്യൂ കുറയുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന് നമ്മളൊരു ഇംഗ്ലീഷ് പ്രോവർബോ ആയിട്ട് പറയാറുണ്ട്. ക്ലിയർ? എന്താണത് പറയുന്നത്? എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് ബെറ്റർ ദാൻ 2 in the bush. ക്ലിയർ? നമ്മുടെ കൈവശം ഇപ്പോൾ നമുക്ക് ഒരു ബേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലേ? അത് എന്താണ്? കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് പറയാം. ക്ലിയർ? ഇനി 2 നമുക്ക് ബുഷിലുണ്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ കയ്യിലുള്ള ബേർഡ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ളതാണ്. ക്ലിയർ? ദാറ്റ് ഈസ് ഇൻ അവർ ഹാൻഡ്. ഇനി നമ്മളത് പിടിക്കാൻ പോകണോ? വേണ്ട. ഇറ്റ് ഈസ് ഇൻ അവർ പൊസിഷൻ. ക്ലിയർ? സോ ഇറ്റ് ഈസ് വർത്ത്ഫുൾ. പക്ഷേ ഒരു ചെടി ഉണ്ടെന്ന് വിചാരിക്കുക, ആ ചെടിയിൽ 2-3 പക്ഷികൾ ഇരിക്കുന്നു വിചാരിക്കുക. ക്ലിയർ? എങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ വാല്യൂ എന്താ? നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അത് ചെടിയിലാണ്, കുറ്റിച്ചെടിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലേ? അത് നമ്മൾ പിടിച്ചിട്ടേ ഇല്ല, അത് ഫ്യൂച്ചറിൽ അതിനെ പിടിക്കാൻ പോകണേ ഉള്ളൂ. അപ്പോൾ ഇത് അതിന് വാല്യൂ ഇല്ല. അപ്പോൾ 2 അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യിലുള്ള ഒന്നാണ് ഏറ്റവും നല്ലത്. ക്ലിയർ? അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു പ്രോവർബ് ഇംഗ്ലീഷിൽ പറയാം. അതുപോലെ ക്ലിയർ, മണി 1 rupee ക്ലിയർ ഇന്ന് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. ക്ലിയർ? ഇനി 1 രൂപ ലേക്കാളും കുറച്ച് കൂടുതലായിട്ട് അടുത്ത വർഷം കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുമെന്ന് വരില്ല. കാരണം എന്താ? ആ സമയമാകുമ്പോഴേക്കും മണിയുടെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടാവും. ക്ലിയർ? അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ എ ബേർഡ് ഇൻ ദ ഹാൻഡ് ഈസ് മോർ ദാൻ എ ബേർഡ് ഇൻ ദി 2 bird in the bush. Clear? 2 in the bush. So a bird in the hand is more worthier than, clear, better than, clear, 2 in the bush. So that is the proverb. So a child prefers today's enjoyment in preferences of tomorrow's fulfillment. അല്ലേ? ഇത് കുട്ടികളുടെ കേസിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലേ? ഇപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്ത് അല്ലേ അവർക്കുണ്ടാവുന്ന സന്തോഷം അല്ലേ പിന്നീട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഏതായിരിക്കും കുട്ടികൾ പ്രിഫർ ചെയ്യുക? ഇപ്പം കിട്ടുന്ന ഒരു കളിപ്പാട്ടം വേണം, ഒരു ടോയ് വേണമെന്ന് വിചാരിച്ചു അല്ലേ, ഇപ്പം കിട്ടുന്നവർക്ക് കൂടുതൽ സന്തോഷമായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉണ്ടാവില്ല. അപ്പോൾ അത് ആ രീതിയിലാണ്. അല്ലേ? കാരണം എന്താ? പിന്നീട് വരുമ്പോഴേക്കും അത് കിട്ടുമോ ഇല്ലയോ ഉണ്ടാവും ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് എന്നുള്ളത് കുറച്ചുകൂടെ വാല്യൂ ഉള്ളതാണ് എന്ന് പറയുന്നതിന് വേണ്ടി പറയുന്നു. ഫോർ എക്സാമ്പിൾ, if an individual gives an option to receive ₹1,000 today, clear, or to receive the same amount after 1 year, അല്ലേ? നിങ്ങളുടെ തന്നെ ചോദിക്കണം, ഇന്ന് 1000 രൂപ ഇന്ന് വേണോ അതോ ഒരു വർഷം കഴിഞ്ഞിട്ട് 1000 രൂപ തന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും പ്രിഫർ ചെയ്യുക? ഇപ്പം 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതാണ് ഏറ്റവും പ്രിഫർ ചെയ്യുക. അല്ലേ? നിങ്ങളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ആൻസർ. ക്ലിയർ? സോ റീസൺ why he prefers receives money today is that money received today is higher than the money received in future. Clear? ഇന്ന് കിട്ടുന്ന പൈസ money received today, clear, is more worthier than money received in the future. Clear? So that is why money do have a time value. Clear? And this concept is called as time value. Clear? So this preference
of current money as against the future money is called time value of money. ഇങ്ങനെ the preference of നമ്മുടെ definition പോലെ പറയുകയാണെങ്കിൽ എന്ത് പറയാം, the preference of current money as against the future money is called the time value of money. Time value of money യുടെ significance എന്താ, current funds is greater than or much worthier than the future amount. Clear? The same amount currently കിട്ടുന്നതാണ് കൂടുതൽ വർത്ത്. Clear? Say a rupee received today is much worthier than a rupee receivable after 1 year or after future period. Clear? ഇതാണ് ടൈം വാല്യൂവിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. സോ വൈ ദർ ഇസ് എ പ്രിഫറൻസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മണിയുടെ ഒരു ടൈം പ്രിഫറൻസ് ഉണ്ടാകുന്നത്. ക്ലിയർ? സോ വാട്ട് ആർ ദ റീസൺസ് ഫോർ ടൈം പ്രിഫറൻസ്. ക്ലിയർ? ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം വൈ ദർ ഇസ് എ ടൈം വാല്യൂ, ക്ലിയർ, അല്ലെങ്കിൽ വാട്ട് ഈസ് എ റീസൺ ഫോർ ടൈം പ്രിഫറൻസ് ഓഫ് മണി. ക്ലിയർ? ഓക്കെ. എന്താണ് ഒന്ന്, അൺസർട്ടനിറ്റി ആൻഡ് റിസ്ക്. അല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ടൈം പ്രിഫറൻസ് വരുന്നത്? ബിക്കോസ് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൈൻ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് റിസ്ക്. അല്ലേ, ഫ്യൂച്ചർ മിക്കവാറും എന്താ, അൺസർട്ടൻ ആണ്. അതുപോലെ തന്നെ അതിൽ എന്തുണ്ടാവുന്നു, റിസ്ക് വരുന്നു. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് കറണ്ട് ഫണ്ടിന് കൂടുതൽ പ്രിഫറൻസ് ഉണ്ട്. ക്ലിയർ? സോ പീപ്പിൾ പ്രിഫർ ടു ഹാവ് എ കറണ്ട് ഫണ്ട് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ്, ഫ്യൂച്ചർ ഇൻവോൾവ്സ് അൺസർട്ടനിറ്റി ആൻഡ് ഇൻവോൾവ്സ് റിസ്ക്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ. ആളുകളുടെ പൊതുവായിട്ടുള്ള നേച്ചർ എന്ന് പറയുന്നത്, it is a common nature of every people that they always prefer for current consumption, present consumption rather than future consumption. അല്ലേ, നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കൂ വേണോ അതോ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം മതിയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും, കറണ്ട് കൺസംഷനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ക്ലിയർ? അപ്പോൾ അതുപോലെ തന്നെയാണ് കറണ്ട് കൺസംഷനും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. നമ്മളൊരു സാധനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുന്നതാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങിക്കുന്നത് അത്രയും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. ക്ലിയർ? ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, സോ പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷൻ ഓർ കറണ്ട് കൺസംഷൻ. സോ ഇൻഡിവിജ്വൽ ആൾവേസ് prefer for current consumption, okay, or present consumption. Opportunity for investment. അല്ലേ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒട്ടനവധി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ലേ, എന്താ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം. അല്ലേ, നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് ഉണ്ടെങ്കിൽ, സേവിങ്സ് ഉണ്ടെങ്കിൽ അത് നിക്ഷേപിക്കുന്നതിന് നമുക്ക് പല മാർഗ്ഗങ്ങളുണ്ട്. അല്ലേ, അപ്പോൾ അതുകൊണ്ടും എന്ത് വരുന്നു, ടൈം പ്രിഫറൻസ് വരുന്നു. ക്ലിയർ? സോ മണി റിസീവ് ടുഡേ ക്യാൻ ബി ഇൻവെസ്റ്റഡ്. അല്ലേ, നമ്മുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയും കൊണ്ട് നിക്ഷേപിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, പലിശ കിട്ടും. ക്ലിയർ? ദാറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റ് ഫാക്ടർ. അപ്പം അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ റീസണായിട്ട് പ്രിഫറൻസ് ആയിട്ട് വരുന്നു. ദെൻ മോർ പർച്ചേസിങ് പവർ. അല്ലേ, കറണ്ട് ഫണ്ട്സിന് കൂടുതൽ എന്തുണ്ടാവുന്നു, പർച്ചേസിങ് പവർ ഉണ്ടാകുന്നു. പർച്ചേസിങ് പവർ കുറഞ്ഞു വരും. ഏതിനനുസരിച്ച്, മണിയുടെ പർച്ചേസിങ് പവർ ലൂസ് ചെയ്യുന്നു ടൈം കഴിയുന്നതനുസരിച്ച്. ക്ലിയർ? സോ പർച്ചേസിങ് പവർ ഓഫ് ദ മണി ലൂസസ് ആസ് ദി ടൈം പാസസ് ഓൺ. അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അല്ലേ, കുറച്ച് വർഷം മുമ്പ് നമ്മൾ 10 രൂപയ്ക്ക് വാങ്ങിച്ചൊരു സാധനം ഇന്ന് ചിലപ്പോൾ 15 രൂപ കൊടുക്കേണ്ടി വരുന്നു. അല്ലേ, നേരത്തെ 10 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടുമായിരുന്നു, ഇന്നത് 30 രൂപയും 40 രൂപയും കൊടുക്കേണ്ടതായിട്ട് വരുന്നു. ക്ലിയർ? അപ്പോൾ പർച്ചേസിങ് പവർ, 1 കിലോ അരി തന്നെയാണ് നമ്മൾ നേരത്തെ വാങ്ങിച്ചത് ഇപ്പോഴും വാങ്ങിക്കുന്നത്. പക്ഷേ അന്ന് 10 രൂപയ്ക്ക് കിട്ടുമായിരുന്നു, ഇന്ന് 40 രൂപ കൊടുക്കണം. അപ്പോൾ എന്തായി, മണിയുടെ വാല്യൂ, അല്ലെ, പർച്ചേസിങ് പവർ ഓഫ് മണി ഹാസ് ഡിക്രീസ്ഡ്. ക്ലിയർ? അന്ന് 1 കിലോ അരിക്ക് നമ്മൾ 10 രൂപ കൊടുത്താൽ മതി, ഇന്ന് 40 രൂപ കൊടുക്കണം. അപ്പോൾ മണിയുടെ വാല്യൂ, പർച്ചേസിങ് പവർ എന്ത് ചെയ്യാണ്, കുറഞ്ഞു പോകണം. അല്ലെ, നേരത്തെ 5 രൂപയ്ക്ക് ഒരു പേന കിട്ടുമായിരുന്നു, ഇന്ന് നമ്മൾ 8 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 10 രൂപ കൊടുക്കണം. ക്ലിയർ? അല്ലെങ്കിൽ നേരത്തെ 10 രൂപയ്ക്ക് നമുക്കൊരു നോട്ട്ബുക്ക് കിട്ടുമായിരുന്നു, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് 20 രൂപയോ 25 രൂപയോ 30 രൂപയോ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു. ക്ലിയർ? അപ്പം ഇങ്ങനെ സെയിം സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്, പക്ഷേ പർച്ചേസിങ് പവർ എന്ത് ചെയ്യുന്നു, കാലങ്ങൾ കഴിയുന്നതോറും കുറഞ്ഞു വരുന്നു. ക്ലിയർ? ഈ രീതിയിൽ വരുന്നത് കൊണ്ടും ആളുകൾ എന്ത് ചെയ്യുന്നു, പീപ്പിൾ ആൾവേസ് പ്രിഫർ ഫോർ കറണ്ട് കൺസംഷൻ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്, അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷൻ. ക്ലിയർ? ഡ്യൂ ടു ഇൻഫ്ലേഷൻ നമ്മുടെ എക്കണോമിയിൽ എന്തുണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്. ക്ലിയർ? ഇൻഫ്ലേഷൻ വന്നാൽ അറിയാം. അല്ലേ, പണപ്പെരുപ്പം, നാണ്യപ്പെരുപ്പം, അത് വരുന്നതുകൊണ്ട് പ്രൈസ് ലെവൽസ് ഒക്കെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകൾ എന്ത് ചെയ്യുന്നു, കറണ്ട് കൺസംഷൻ കൂടുതൽ താല്പര്യപ്പെടുന്നു. ദെൻ ഇൻട്രസ്റ്റ് ഏർണിംഗ് ഫാക്ടർ. അല്ലേ, നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. നിക്ഷേപിക്കാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒന്നും കിട്ടില്ല. അല്ലേ, അപ്പോൾ കറണ്ട് കൺസംഷൻ ആൾക്കാർ എന്ത് ചെയ്യുന്നു, പ്രിഫർ ചെയ്യാനുള്ള ഒരു റീസണാണ് ഇൻട്രസ്റ്റ് ഫാക്ടർ. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് ഫാക്ടർ ഉള്ളത് കൊണ്ടും മണിയുടെ ടൈം വാല്യൂയിലേക്ക് വരാം. ക്ലിയർ? അപ്പോൾ ടൈം വാല്യൂയുടെ വേറൊരു റീസണാണ് ഇൻട്രസ്റ്റ് ഫാക്ടർ. ദെൻ അൺസർട്ടനിറ്റി ഓഫ് ഫ്യൂച്ചർ, അത് നമ്മൾ നേരത്തെ നോക്കി. അതുപോലെ തന്നെ ഹ്യൂമൻ പ്രിഫറൻസ്. അല്ലേ, ആളുകളുടെ കറണ്ട് പ്രിഫറൻസ്, ഹ്യൂമൻ പ്രിഫറൻസ്. ക്ലിയർ? ഇതെല്ലാം കൊണ്ടാണ് ടൈം വാല്യൂ ഓഫ് മണി വരുന്നത്. ക്ലിയർ? അപ്പോൾ എന്തുകൊണ്ട് ടൈം വാല്യൂ മണി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ അൺസർട്ടൺ ആണ്, റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആളുകൾ ഇപ്പം തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നു. ഇനി അഥവാ അല്ലേ അവർ ഫ്യൂച്ചറിലേക്ക് അത് മാറ്റി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം,
അൺസർട്ടനിറ്റിയെ റിസ്കിനെയും ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു റിവാർഡ് അവർക്ക് കിട്ടണം. ക്ലിയർ? സം എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിലേ അവർ ചെയ്യുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെയാണ് പ്രിഫറൻസ് ഫോർ പ്രസൻറ്റ് കൺസംഷനാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹ്യൂമൻ സൈക്കോളജി ദാറ്റ് പീപ്പിൾ ആൾവേസ് പ്രിഫർ ഫോർ കറൻറ്റ് കൺസംഷൻ. പക്ഷേ അത് മാറ്റി വെച്ചിട്ട് ഫ്യൂച്ചറിൽ കൺസ്യൂം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലേ? ആ പൈസ നമ്മൾ വേണ്ട വെച്ചിട്ട് അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കണം. എന്ത് ചെയ്യണം? അതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റ് നമുക്ക് കിട്ടണം, റിട്ടേൺ കിട്ടണം. അപ്പോഴേ ഇത് മാറ്റി വയ്ക്കാൻ സാധ്യതയുള്ളൂ. ക്ലിയർ? അതുപോലെ തന്നെയാണ് ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ? ഓപ്പർച്യൂണിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് അല്ലേ നമ്മളിപ്പോൾ കറണ്ട് കൺസംഷൻ ചെയ്യാതെ അല്ലേ മാറ്റി വയ്ക്കണമെന്ന് വിചാരിക്കുക. അല്ലേ? നമ്മളൊരു ഫണ്ടിനെ മാറ്റി ചിലവഴിക്കണമെന്ന് വിചാരിക്കുക. നമുക്ക് ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ക്ലിയർ? അപ്പോഴേ നമ്മളത് ചെയ്യുള്ളൂ. ക്ലിയർ? ദെൻ മോർ പർച്ചേസിങ് പവർ. അല്ലേ? പർച്ചേസിങ് പവർ അല്ലേ നമുക്കിപ്പോൾ ഉള്ളതിന് കൂടുതലാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ അല്ലേ ടൈം കഴിയുന്തോറും പർച്ചേസിങ് പവർ ഓഫ് മണി കുറഞ്ഞു വരും. അല്ലേ? അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? കറണ്ട് കൺസംഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. പക്ഷേ അതൊന്ന് മാറ്റി വെക്കണമെങ്കിൽ ഇഫ് ദ പീപ്പിൾ അല്ലേ പേഴ്സൺസ് വാണ്ട്സ് ടു ക്ലിയർ ഡെഫർ ദെയർ കൺസംഷൻ കറണ്ട് കൺസംഷൻ. ക്ലിയർ? അവർക്ക് എന്ത് കിട്ടണം? ഇതിനേക്കാളും അവർക്കിപ്പോൾ ഈ കറണ്ട് കൺസംഷനിൽ കിട്ടുന്ന ബെനിഫിറ്റ് എന്നോ അതിനേക്കാളും എന്തെങ്കിലും എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുമെങ്കിൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. ക്ലിയർ? അപ്പം ഇങ്ങനെയെല്ലാം റീസൺസ് കൊണ്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നു? മണിയുടെ വാല്യൂ ക്ലിയർ ടൈം വാല്യൂ ആയിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ ഈ റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ട് ടൈം വാല്യൂ മെഷർ ചെയ്യുമ്പോൾ ടൈം വാല്യൂ അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ടെക്നിക്സ് ഫോളോ ചെയ്യാറുണ്ട്. ക്ലിയർ? ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫ്യൂച്ചർ വാല്യൂയിൽ കിട്ടാവുന്ന ഫ്യൂച്ചർ പീരീഡിൽ കിട്ടാൻ സാധ്യതയുള്ള എമൗണ്ടുകളെ അതിൻ്റെ കറണ്ട് ഫണ്ടിലേക്ക് മാറ്റണം. ഇതിനെ നമ്മൾ പറയുന്ന പേര് പ്രസൻറ്റ് വാല്യൂ എന്നാണ് പറയുക. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ കൺവേർഷൻ ഓഫ് ഫ്യൂച്ചർ സ്ട്രീം ഓഫ് എമൗണ്ട് ഇൻ ടു ഇറ്റ്സ് കറണ്ട് എമൗണ്ട് പ്രസൻറ്റ് എമൗണ്ട് ആക്കി മാറ്റുകയാണെങ്കിൽ അതിനെ ഡിസ്കൗണ്ടിങ് ടെക്നിക്സ് എന്ന് പറയും. ക്ലിയർ? സോ ദിസ് ടെക്നിക് ഈസ് കോൾഡ് ഡിസ്കൗണ്ട്. ക്ലിയർ? നമ്പർ 2 ക്ലിയർ കറണ്ട് ആയിട്ടുള്ള ഒരു പൈസ ഇപ്പോൾ ഉണ്ട്. ഇത് ബാങ്കിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എത്രയായിട്ട് മാറും? 5 വർഷം കഴിഞ്ഞാൽ എത്രയാവും? ഇങ്ങനെയൊക്കെ നമ്മൾ അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ ക്ലിയർ അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് കോമ്പൗണ്ടിങ് ആണ്. ക്ലിയർ? സോ ദർ ആർ 2 ടെക്നിക്സ് അവൈലബിൾ ഫോർ ക്ലിയർ ഡിറ്റർമിനിങ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി നിശ്ചയിക്കുന്നതിന് നമ്മൾ 2 ടെക്നിക്സ് ആണ് ഉപയോഗിക്കുക. ഡിസ്കൗണ്ടിങ് ടെക്നിക്കും കോമ്പൗണ്ടിങ് ടെക്നിക്കും. എന്താണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്? Discounting technique is a technique or it is a method whereby future stream of money is converted into its present value. Clear? So what is compounding technique or compounding method? Under this method, current amount clear is converted into its future amount. Present value of amount is converted into its future amount in the case of compounding. ക്ലിയർ? ഇപ്പോൾ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? ഇതിനെ നമ്മൾ കോമ്പൗണ്ടിങ് എന്നാണ് പറയുക. ക്ലിയർ? ഇനി 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അതിൻ്റെ ഇപ്പോഴത്തെ ക്ലിയർ കറണ്ട് വാല്യൂ എത്രയാണ്? പ്രസൻറ്റ് വാല്യൂ എത്രയാണ്? ഇതിനെ നമ്മൾ ഡിസ്കൗണ്ടിങ് എന്ന് പറയും. ക്ലിയർ? ഇതാണ് ഡിസ്കൗണ്ടിങ് ടെക്നിക്കും കോമ്പൗണ്ടിങ് ടെക്നിക്കും. അപ്പോൾ ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഡിസ്കൗണ്ടിങ് കോമ്പൗണ്ടിങ് എന്താണെന്നാണ് നോക്കുന്നത്. ഓക്കെ.